ഗുഡ് മോർണിംഗ്. നമ്മൾ കാണാൻ പോകുന്ന അടുത്ത തിയറം അഡിറ്റിവിറ്റി തിയറം എന്ന് നെയിം ചെയ്ത തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ് ഇൻ്റർവൽ എ ബി ടു ആർ ആൻഡ് സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി, then f belongs to Riemann integral functions in AB if and only if its restriction to closed interval AC and closed interval CB are both Riemann integrable. In this case, integral a to b f is equal to integral a to c f plus integral c to b f. അപ്പോൾ ഒരു ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബിക്കകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവലിനകത്തുള്ള ഒരു ഇന്നർ പോയിൻ്റ് ആണ് സി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്, നെസസറി ആൻഡ് സഫിഷ്യൻ്റ് കണ്ടീഷനാണ്. നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ ഈ സി എന്ന പോയിന്റ് വെച്ച് നമ്മുടെ രണ്ട് ഇൻ്റർവൽസ് സ്പ്ലിറ്റ് ചെയ്തു, ക്ലോസ് ഇൻ്റർവൽ എ സിയും ക്ലോസ് ഇൻ്റർവൽ സി ബിയും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് റെസ്ട്രിക്ഷൻസും റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കണം. അവരുടെ സം ആയിരിക്കണം നമ്മുടെ ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്നുള്ളത്. സോ ടു പ്രൂവ് ദിസ്, suppose that the restrictions f1 of f to AC and f2 of f to CB are Riemann integrable. അതായത് നമ്മൾ രണ്ട് റെസ്ട്രിക്ഷൻസ് ഡിഫൈൻ ചെയ്യുകയാണ്. We restrict our function f2 close interval AC as f1 and restrict our function f2 close interval CB as f2. AC close interval AC യിലേക്കുള്ള റെസ്ട്രിക്ഷനെ f1 എന്നും ക്ലോസ് ഇൻ്റർവൽ സി ബിയിലേക്കുള്ള റെസ്ട്രിക്ഷനെ f2 എന്നും ഡിനോട്ട് ചെയ്ത് അത് രണ്ടും റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അത് രണ്ട് റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ a to c f1 എനിക്ക് L1 എന്ന് വിളിക്കാം, integral c to b f2 എനിക്ക് L2 എന്ന് വിളിക്കാം. So by the definition of Riemann integral functions we have for an epsilon greater than 0 there exists delta dash greater than 0 such that if p1 dot is a tagged partition of closed interval AC with the norm of p1 dot less than delta dash, we have mod of s of f1 over p dot minus L1 is less than epsilon by 3. Similarly നമ്മുടെ f2 എന്ന ഫംഗ്ഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? there exists delta double dash greater than 0 such that if p2 dot is a tagged partition of closed interval CB with norm of p2 dot less than delta double dash, then s of f2 over p2 dot minus L2 is less than epsilon by 3. സോ നമുക്ക് ഫംഗ്ഷൻ എഫ് നമുക്ക് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ അത് ബൗണ്ടഡ് ആയിരിക്കും എന്ന് പറയാം. ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് റീമാൻ ഇൻ്റഗ്രബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള എഫിൻ്റെ ഒരു ബൗണ്ടാണ് എം. സോ എം ഈസ് ബൗണ്ട് ഫോർ മോഡ് എഫ് എന്ന് പറഞ്ഞു, പോസിറ്റീവ് ബൗണ്ടഡ് എടുക്കണം. ആൻഡ് വി ഡിഫൈൻ അവർ delta epsilon to be the minimum values of delta dash. നമ്മൾ L2ൻ്റെ കേസിൽ കണ്ട delta dash, f1ൻ്റെ കേസിൽ കണ്ട delta dash, f2ൻ്റെ കേസിൽ കണ്ട delta double dash ആൻഡ് epsilon by 6m. ഈ മൂന്ന് വാല്യൂസിൻ്റെയും മിനിമം ആണ് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ എന്ന് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ക്യൂ ഡോട്ട് എന്നൊരു ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി എടുത്തു. നേരത്തെ എടുത്ത P1 P2 ഒക്കെ എ സിയുടെയും സി ബിയുടെ ആയിരുന്നു. ഇവിടെ നമ്മൾ എ ബിയുടെ തന്നെ ഒരു പാർട്ടീഷൻ ക്യൂ ഡോട്ട് എടുത്തു വിത്ത് നോം ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ദിസ് ഡെൽറ്റ എപ്സിലോൺ. നമ്മളിപ്പോൾ പറഞ്ഞ ഡെൽറ്റ എപ്സിലോണിനേക്കാൾ ലെസ് ദാൻ ആയിട്ട് നോം വരുന്ന ഒരു ക്യൂ ഡോട്ട് എടുത്തു. നൗ ഇഫ് സി ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി ഈസ് എ പാർട്ടീഷൻ പോയിന്റ് ഓഫ് ക്യൂ ഡോട്ട്. അപ്പോൾ നമ്മൾ ഈ സി എന്ന പോയിന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ സി എന്ന പോയിന്റ് ഈ ക്യൂ ഡോട്ടിൻ്റെ ഈ ക്യൂ ഡോട്ടിനകത്ത് ഒരുപാട് ഇൻ്റർവൽസ് ഉണ്ടാവുമല്ലോ, അതിലൊരു ഇൻ്റർവലിൻ്റെ എൻഡ് പോയിന്റ് ആണെങ്കിൽ ഏതൊരു രണ്ട് ഇൻ്റർവൽ എൻഡ് പോയിന്റ് വരും. അപ്പോൾ വി സേ ദാറ്റ് ഇസ് എ പാർട്ടീഷൻ പോയിന്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്ത് പറയാം? വി ക്യാൻ സ്പ്ലിറ്റ് ക്യൂ ഡോട്ട് ഇൻ ടു എ പാർട്ടീഷൻ ഓഫ് ക്യൂ ഡോട്ട് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ സി ആൻഡ് എ പാർട്ടീഷൻ ക്യൂ ഡോട്ട് ഓഫ് ക്ലോസ് ഇൻ്റർവൽ സി ബി. നമുക്ക് ഈ ക്യൂ എന്ന പാർട്ടീഷനെ രണ്ടാക്കി തിരിക്കാം. സി വരെയുള്ള പാർട്ടീഷൻസ് ഒരുമിച്ചെടുത്ത് അതിനെ Q1 ഡോട്ട് എന്ന് വിളിച്ച് ചെയ്യാം. അതായത് അപ്പോൾ ക്ലോസ് ഇൻ്റർവൽ എ സിയുടെ പാർട്ടീഷൻ കിട്ടി. ഇനി സി മുതൽ റൈറ്റിലേക്ക് ബി വരെയുള്ള എല്ലാവരും ഒരുമിച്ചെടുത്ത് തന്നെ ഞാൻ Q2 എന്ന് വിളിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് എ പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ സി ബി. ആൻഡ് വി നോ ദാറ്റ് ദ റീമാൻ സം ഓഫ് എസ് ഓഫ് എഫ് ഓവർ ക്യൂ എന്നുള്ളത് എന്തായിരിക്കും? എസ് ഓഫ് എഫ് ഓവർ Q1 ഡോട്ട് പ്ലസ് എസ് ഓഫ് എഫ് ഓവർ Q2 ഡോട്ട് ആയിരിക്കും. നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. സോ റീമാൻ സം എന്തായാലും ഹോൾഡ് ചെയ്യും. പിന്നെ നമുക്ക് എന്തറിയാം? ക്ലിയർലി Q1 ഡോട്ട് എന്നുള്ളത് എന്താ ക്ലോസ് ഇൻ്റർവൽ എ സിക്കകത്തുള്ള ഒരു പാർട്ടീഷൻ ആയതുകൊണ്ട് അതിൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ആയിരിക്കും. Q2 ഡോട്ട് എന്നുള്ളത് ക്ലോസ് ഇൻ്റർവൽ സി ബിക്ക് അതുകൊണ്ട് അതിൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷും ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് ഓഫ് എസ് ഓഫ് എഫ് ഓവർ ക്യൂ ഡോട്ട് മൈനസ് L1 പ്ലസ് S2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അത് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ രണ്ട് കേസ് ഒരുമിച്ചെടുത്ത് അപ്ലൈ ചെയ്ത് പറയാൻ പറ്റും ബൈ ചൂസിങ് ഓഫ് ഡെൽറ്റ ഡബിൾ ഡാഷിൻ്റെ ഇതുവഴി. ഐ മാർക്കിൻ്റെ സിക്വേഷൻ എ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇഫ് സി ഈസ് നോട്ട് എ പാർട്ടീഷൻ പോയിന്റ് ക്യൂ ഡോട്ട്, നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞത് സി ഈസ് എ പാർട്ടീഷൻ പോയിന്റ് ഓഫ് ക്യൂ ഡോട്ട് ആണ്. ക്യൂ ഡോട്ടിനൊരു എൻഡ് ഇൻ്റർവെൽസിൻ്റെ ഏതൊരെണ്ണത്തിൻ്റെ എൻഡ് പോയിന്റ് ആയിട്ട് വരാം എന്ന രീതിയിലാണ്. അങ്ങനെ അല്ലാത്ത കേസ് കൂടി ഉണ്ടാവുക അല്ലേ. ആ കേസിൽ ഇഫ് സി ഈസ് നോട്ട് എ പാർട്ടീഷൻ പോയിന്റ് ഇൻ ക്യൂ ഡോട്ട് then for some k less than m c belongs to xk minus 1 xk. ഈ xk minus 1 xk എന്ന ഒരു ഓപ്പൺ
ഓപ്പൺ ഇൻ്റർവെലിനകത്തുള്ള പോയിൻ്റ് ആയിരിക്കും സി. നമ്മളിവിടെ ക്ലോസ് ഇൻ്റർവൽ എന്ന് പറയാൻ കാരണം അപ്പോൾ xk-1 xk ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ രണ്ട് എൻഡ് പോയിൻറ്റ്സ് ആവരുത്, കറക്റ്റ് അതിനകത്തുള്ളൊരു പോയിൻ്റ് ആയിരിക്കും സി എന്നുള്ളത്. നോ അഗെയിൻ വി ഡിഫൈൻ എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് AC as Q1 ഡോട്ട്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. I1 ഒരു ഇൻ്റർവെൽ ഉണ്ട്, അതിൻ്റെ ടാഗ് T1, I2 എന്ന ഇൻ്റർവെൽ ഉണ്ട്, അതിൻ്റെ ടാഗ് T2. അങ്ങനെ വന്ന് ലാസ്റ്റ് ഇൻ്റർവെല്ലിൽ xk-1 C എന്ന ഇൻ്റർവെൽ ആണ്. അതായത് നമ്മുടെ xk-1 xk എന്ന ഇൻ്റർവെലിനകത്താണ് സി ഉള്ളത്. സോ ആ ഇൻ്റർവെൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് അതിൻ്റെ ടാഗായിട്ട് സി ചൂസ് ചെയ്തു. തൊട്ട് മുമ്പത്തെ ഇൻ്റർവെല്ലിൽ ik-1 ഉണ്ട്. അപ്പോൾ നമ്മുടെ Q ഡോട്ട് എന്ന പാർട്ടീഷൻ്റെ ശരിക്കും kth ഇൻ്റർവെല്ലായിരുന്നു ഇത്, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി എവിടെ പറയാം, ക്ലോസ് ഇൻ്റർവെൽ സി ബിയുടെ അതൊരു പാർട്ടീഷൻ ആയിട്ട് പറയാം. അതിങ്ങനെയാണ് Q2 ഡോട്ട് ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് സി ബി സച്ച് ദാറ്റ് Q2 ഡോട്ട് ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് എന്നുള്ളത് ഓപ്പൺ സി ക്ലോസ് സി കെ ആണ്. ഇവിടെ സി ഓൾറെഡി ഉൾപ്പെട്ട് കഴിഞ്ഞു. സോ ഇവിടെ ഓപ്പൺ സി ക്ലോസ് സി കെ അതിൻ്റെ ടാഗായിട്ട് സി തന്നെ ചൂസ് ചെയ്തു. ദെൻ ik+1 tk+1 എക്സെട്ര im tm വരെ ചൂസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ക്ലിയർലി നമുക്ക് ഈ സ്റ്റെപ്പ് പറയാൻ പറ്റും. എസ് ഓഫ് എഫ് ഓവർ ക്യൂ ഡോട്ട് മൈനസ് എസ് ഓഫ് എഫ് ഓവർ Q1 ഡോട്ട് മൈനസ് എസ് ഓഫ് എഫ് ഓവർ Q2 ഡോട്ട് ചെയ്യുമ്പോൾ എല്ലാ റിമൈൻ സമ്മുകളാണ്. സോ എഫ് ഓഫ് ബാക്കി വരുന്നത് ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. എഫ് ഓഫ് TK ഇൻറ്റു XK മൈനസ് എന്ന ടേം എന്തായാലും ഇവിടെ ബാക്കി ഉണ്ടാവും. മൈനസ് ഈ രണ്ട് ടേം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് എഫ് ഓഫ് സി ഇൻറ്റു XK മൈനസ് 1 എന്നുള്ളതായിരിക്കും. സോ taking xk minus 1 common from this, we have f of tk minus f of c into xk minus 1. So we can say that modulus of this value, ഇതിൻ്റെ modulus എടുക്കുകയാണെങ്കിൽ s of f over q dot minus s of f over q1 dot minus s of f over q2 dot modulus will be strictly less than or equal to, modulus of this will be strictly less than or equal to 2m into xk minus എന്ന് പറയുന്നത്. അത് കിട്ടാൻ കാരണം ഇവിടെ ഈ രണ്ട് എഫ് ഓഫ് ടി കെയും എഫ് ഓഫ് സിയും ഇത് രണ്ടിൻ്റെ ഒരു ബൗണ്ടാണ് എം എന്നുള്ളത്. സോ നമ്മൾ ഇതിൻ്റെ എഫ് ഓഫ് ടി കെ മൈനസ് എഫ് ഓഫ് സി ബൗണ്ടായിട്ട് 2m എടുക്കാം. ഓക്കെ, സോ ദിസ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ 2m ഇൻറ്റു xk minus 1 ആൻഡ് ദിസ് xk minus 1 മാക്സിമം വരുന്നതായിരിക്കും ഡെൽറ്റ എപ്സിലോൺ എന്ന വാല്യൂ ആയിരിക്കും. അത് നമ്മൾ ചൂസ് എങ്ങനെയാണല്ലോ. ആൻഡ് ദിസ് ഡെൽറ്റ എപ്സിലോൺ ഉള്ള വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 6 എന്നറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വി ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടും. സിൻസ് നമുക്ക് എന്ത് പറയാം, നോം ഓഫ് Q1 ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്നറിയാം. ആൻഡ് ദാറ്റ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് എന്ന് പറയാം. കാരണം ക്ലോസ് ഇൻ്റർവൽ എ സിക്ക് അത് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നത്. Q2 ഡോട്ടിൻ്റെ കേസ് നമുക്ക് എന്താ പറയാം, ദാറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എന്നറിയാം. ആൻഡ് ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ ഡബിൾ ഡാഷ്, അത് ക്ലോസ് ഇൻ്റർവൽ സി ബിക്ക് അത് ചൂസ് ചെയ്തതാണ്. സോ നമുക്ക് എന്ത് പറയാം, ഫ്രം ദീസ് കണ്ടീഷൻസ് വി ഹാവ് mod of s of f over Q1 dot minus L1 will be less than epsilon by 3 and mod of f over Q2 dot minus L2 will be less than epsilon by 3. So s of f over Q1 dot minus L1 minus L2 ചെയ്യുമ്പോൾ എന്ത് വരും, that will be strictly less than epsilon എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി ശരിക്കും, എസ് ഓഫ് എഫ് ഓവർ ക്യൂ ഡോട്ടിൻ്റെ റീമൈൻ ഇൻ്റഗ്രൽ വാല്യൂ L1 മൈനസ് L2 ആയിരിക്കും. ഓർ ഇൻ്റഗ്രൽ A to B F എന്നുള്ളത് L1 പ്ലസ് L2 എന്നതായിരിക്കും. സോ റീമൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഈസ് L1 plus L2 and L1 is nothing but integral A to C F and L2 is integral C to B F. ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് തരാണ്. സോ ഡു ദാറ്റ് അസൈൻമെൻറ്റ്. നോ എ കൊറോളറി. ഇഫ് എഫ് ബിലോങ്സ് ടു ആർ ഓഫ് എ ബി, എഫ് ഒരു റീമൈൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻസ് ആണ്. ആൻഡ് ഇഫ് സി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി, ക്ലോസ് ഇൻ്റർവൽ സി ഡി എന്നുള്ളത് കംപ്ലീറ്റ്ലി ക്ലോസ് ഇൻ്റർവൽ എ ബിക്ക് അകത്തുള്ള ഒരു ഇൻ്റർവലാണ്. Then the restriction of f to cd is Riemann integral in cd. cd ne then the restriction of f to cd, f നെ ഞാൻ cd ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് Riemann integral ആയിരിക്കും. നമുക്ക് തൊട്ട് മുമ്പത്തെ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് പറയാവുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ അകത്ത് ഒരു പോയിന്റ് സി മാത്രം ചൂസ് ചെയ്തു. സോ ഇഫ് സി ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി, നമുക്ക് എന്ത് പറയാം, ദ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ഇൻ ടു ക്ലോസ് ഇൻ്റർവൽ സി ബി ഈസ് Riemann integral എന്ന് പറയാം. നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറം പറഞ്ഞങ്ങനെയല്ലേ, രണ്ട് ഇൻ്റർവെല്ലിൽ എ സിയിലും സി ബിയിലും ഉണ്ടാവും. നമ്മൾ ഇൻ പർട്ടിക്കുലർ സി ബി മാത്രം പറയാണ്. അപ്പോൾ സി ബിയുടെ അകത്ത് എന്താണിത്, Riemann integral ആണ്. സോ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ക്ലോസ് ഇൻ്റർവൽ സി ബി. ഇനി ഞാൻ ഈ ക്ലോസ് ഇൻ്റർവൽ സി ബി എടുക്കുന്നു. ആ സി ബിക്ക് അകത്ത് ഒരു പോയിന്റ് ഡി ഉണ്ടാവും. അത് സ്വാഭാവികമല്ലോ, കാരണം സി ലെസ് ദാൻ ഡി ആണെങ്കിൽ നമുക്ക് എന്തായാലും ക്ലോസ് ഇൻ്റർവൽ സി ഡി എന്ന ഫോമിലല്ലേ, എന്തായാലും ഡി ഇവിടെ ഉണ്ടാവും, ക്ലോസ് ഇൻ്റർവൽ സി ബിക്ക് അകത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താ പറയാം, ഈ സി ബിയിലുള്ള എഫിനെ ഡിയിലേക്ക് സി ഡിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താൽ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു സി ഡി വിൽ ബി ഓൾസോ Riemann integral in CD. So by that theorem, applying the theorem, we have f belongs to Riemann integral of CD. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാണ്. അതെങ്ങനെയാണ്, if f is a Riemann integral function in closed interval AB and alpha and beta are 2 points in closed interval AB with alpha less than beta, അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രൽ ബീറ്റ ടു ആൽഫ എഫ് എന്നുള്ളത്
വിൽ ബി നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ്. നമ്മൾ യൂഷ്വലി ഇൻ്റഗ്രേഷൻ പറയുന്ന ലിമിറ്റ് എക്സ്ചേഞ്ചിങ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ എഫ് വിൽ ബി 0. ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റിലേക്ക് റീമൈൻ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. യൂസ് ദിസ് വി ഹാവ് എ തിയറം ടു പ്രൂവ് if f belongs to Riemann integral functions of AB and if alpha, beta, gamma are any three real numbers in closed interval AB. അവരുടെ ഓർഡർ നമുക്ക് അറിയില്ല, ഇങ്ങനെയാണെന്ന് any three real numbers പറഞ്ഞു. Then integral alpha to beta f will be equal to integral alpha to gamma f plus integral gamma to beta f എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചിന്തിക്കുകയാണ് ആൽഫയും ബീറ്റയും ഗാമയും എന്തും ആവാമല്ലോ. സോ ഇഫ് ദേ ആർ ഈക്വൽ, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ എന്ത് പറയാം? ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് എന്നുള്ളത് ആൽഫ ടു ആൽഫ എന്ന വാല്യൂ തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി 0. and that is will be equal to alpha to gamma f plus gamma to beta f. And അപ്പോൾ ആ കേസിൽ നമുക്കിത് ട്രിവിയൽ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. വി സപ്പോസ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, ഒന്നും ഈക്വൽ അല്ല. ആൻഡ് ഐ ഡിനോട്ട് ദിസ് എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ എന്നൊരു വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ എഫ്. ഈ മൂന്ന് സമ്മേഷനാണ് എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ എന്നുള്ളത്. നമുക്ക് കാണിക്കേണ്ടത് എന്ത് മാത്രമാണെന്ന് അറിയോ? ഈ എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമയുടെ ഈ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ നമ്മുടെ തിയറത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യണം അങ്ങനെ നോക്കൂ. ഇഫ് ആൽഫ ലെസ് ദാൻ ബീറ്റ ആൽഫ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ബീറ്റ, ആൽഫേനേക്കാൾ ചെറുതാണ് ഗാമ, അതിനേക്കാൾ ചെറുതാണ് ആൽഫേനേക്കാൾ വലുതാണ് ഗാമ, അതിനേക്കാൾ വലുതാണ് ബീറ്റ എന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ അഡിറ്റിവിറ്റി തിയറം പ്രകാരം എന്ത് പറയാം? ഇൻ്റഗ്രൽ ഗാമ ടു ബീറ്റ എഫ് എന്നുള്ളത് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ബീറ്റ എഫ് എന്നുള്ളതായിരിക്കും. തിയറത്തിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അവിടെ എയ്ക്കും ബിക്കും വരാം ആൽഫയും ബീറ്റയും, സിക്ക് വരാം ഗാമയും ഒന്നും മാത്രമേ ഉള്ളൂ. സോ എന്ത് പറയാം? ഈ ടേക്കിംഗ് ദീസ് ടു വാല്യൂസ് ടു ലെഫ്റ്റ് സൈഡ് ഐ ഹാവ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് മൈനസ് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഗാമ ടു ബീറ്റ എഫ് വിൽ ബി 0. ഈ ഇത്രയും വരുന്ന വാല്യൂസ്, അതായത് മൈനസ് ഓഫ് ആൽഫ ടു ഗാമ എഫ് എന്നുള്ളത് ദാറ്റ് വിൽ നത്തിങ് ബട്ട് പ്ലസ് ഗാമ ടു ആൽഫ എന്ന് പറയും. ഇതിനെ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സൈൻ നെഗറ്റീവ് ആവും. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അങ്ങനെയാണ്. സോ ഞാൻ ഈ രണ്ട് ടേംസിലും ഇവിടെയും ഈ രണ്ടിലും ഈ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. സോ ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് മാറുന്നില്ല, പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് കിട്ടും. ആൻഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വിച്ച് മീൻസ് അവർ എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ എന്താണ്? 0 ആണെന്ന് കിട്ടി. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഞാൻ വീണ്ടും പറയുന്നത്. എൽ ഓഫ് ബീറ്റ ഗാമ ആൽഫ ഓർഡർ ഒന്ന് മാറ്റി ചെയ്യുന്നുള്ളൂ. ആൽഫ ബീറ്റ ഗാമയ്ക്ക് വരും ബീറ്റ ഗാമ ആൽഫ എന്ന് എഴുതിയാലും ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് ആണ്, പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ്. അതെന്ത് തന്നെയാണ്? നമ്മുടെ എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ തന്നെയാണ്. ഓൾസോ എൽ ഓഫ് ഗാമ ആൽഫ ബീറ്റ, ഇവരുടെ ഓർഡർ ഞാൻ എങ്ങനെയൊക്കെ മാറ്റി എഴുതിയാലും ഈ റെപ്രസെൻറ്റേഷനകത്ത് വരുന്ന വാല്യൂസ് ഈ മൂന്ന് കേസിലും, ഏതൊക്കെ മൂന്ന് കേസ്? ആൽഫ ബീറ്റ ഗാമ ആൽഫ ഗാമ ആൽഫ ബീറ്റ, ഈ മൂന്നൊരു എന്താ പറയുക പെർമ്യൂട്ടേഷൻസ് ആണ് ഇവർ മൂന്ന് വരും. അപ്പോൾ ഈ മൂന്ന് പെർമ്യൂട്ടേഷൻസിനകത്ത് നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഗാമ, ആൽഫ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ബീറ്റ എന്നാണ് കേട്ടോ. ഗാമ ലെസ് ദാൻ ബീറ്റ എന്ന കേസിൽ എന്ത് പറയാം? ഇത് വാല്യൂസ് എല്ലാം 0 എന്ന് പറയാം. ഇനി ഞാൻ ഇതിന് പകരം ഈ ആൽഫ ബീറ്റ ഗാമയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും റീഅറേഞ്ച്മെൻറ്റ്സും ഞാൻ നോക്കുകയാണ്. സോ അടുത്ത പോസിബിൾ റീഅറേഞ്ച്മെൻറ്റ് ബീറ്റ ഗാമ ആൽഫ ഗാമ എന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ബീറ്റ ടു ആൽഫ എഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ഗാമ എഫ് ഇൻ്റഗ്രൽ ഗാമ ടു ബീറ്റ എഫ് എന്നാണ്. ടേക്കിംഗ് interchanging the integral limits and taking negative outside, I have minus of alpha to beta f plus beta to gamma f plus gamma to alpha f, and that is nothing but minus of L of alpha beta gamma. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ ആൽഫ ബീറ്റ ഗാമയ്ക്ക് എല്ലിനകത്ത് പോസിബിൾ ആയിട്ടുള്ള 6 തരം പെർമ്യൂട്ടേഷൻസ്, 6 തരം റീഅറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. ആ 6 റീഅറേഞ്ച്മെൻറ്റും 3 എണ്ണത്തിൽ ഈക്വൽ ടു ആൽഫ ബീറ്റ ഗാമ എന്നും 3 എണ്ണത്തിൽ മൈനസ് ഓഫ് ആൽഫ ബീറ്റ ഗാമയ്ക്ക് ഈക്വൽ ആയിട്ടും കിട്ടും. സോ എങ്ങനെയായാലും വെൻ ആൽഫ ലെസ് ദാൻ ഗാമ ലെസ് ദാൻ ബീറ്റ ദീസ് വാല്യൂസ് വിൽ ബി 0. അതായത് എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ 0 ആയിരിക്കും. എൽ ഓഫ് ആൽഫ ബീറ്റ ഗാമ എന്താണ്? ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ബീറ്റ ടു ഗാമ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഗാമ ടു ആൽഫ എഫ്, ആൻഡ് ദാറ്റ് ഈസ് 0. So integral alpha to beta f will be equal to, taking these two terms to left side, we have minus of integral beta to gamma f minus integral gamma to alpha f, and that is nothing but രണ്ടിൻ്റെയും ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ചേഞ്ച് ചെയ്താൽ മൈനസ് പോസിറ്റീവ് ആയിക്കോളും. We have integral alpha to beta f is equal to integral alpha to gamma f plus integral gamma to beta f എന്ന് കിട്ടും. And this is our statement of our theorem, and hence the theorem is proved. അടുത്ത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ കാൽക്കുലസ് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പറയുകയാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. സോ അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ള തിയറം സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ് ഇന്റർവൽ എ ബി
and capital F is any antiderivative of f on closed interval a b, then integral a to b f of x എന്തായിരിക്കും capital F of b minus capital F of a. This is a fundamental theorem of calculus, നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. And also the mean value theorem. Suppose that f is continuous on a closed interval I equal to closed interval a b, and f has derivative in open interval a b, f is differentiable in open interval a b, and then there exists c belongs to open interval a b such that f dash of c will be equal to f of b minus f of a by b minus a, or f of b minus f of a equal to f dash of c into b minus a. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിൽ ആദ്യത്തെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഫസ്റ്റ് ഫോമാണിത്. സപ്പോസ് ദർ ഇസ് എ ഫൈനൈറ്റ് സെറ്റ് ഇ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഫങ്ഷൻസ് എഫ് ഫ്രം എഫ് ആൻഡ് ക്യാപിറ്റൽ എഫ്, രണ്ട് ഫങ്ഷൻസ് ഒരുമിച്ച് പറയുകയാണെ ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി എക്സെപ്റ്റ് ഇ. ഈ ഒഴികെയുള്ള പോയിന്റ്സ് കേട്ടോ, ഇ എന്നുള്ളത് ഫൈൻ സെറ്റ് ആണ്. സോ ഇയിലെ ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും എഫ് ഡാഷ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് സ്മോൾ എഫ് ബിലോങ്സ് ടു റിമൈൻഡർ ഫംഗ്ഷൻസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന ഒരു ഇന്റർവലിനകത്ത് ഒരു ഫൈനൈറ്റ് സെറ്റ് ഇ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. കൂടാതെ രണ്ട് ഫംഗ്ഷൻസ് സ്മോൾ എഫും ക്യാപിറ്റൽ എഫും ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ ചൂസ് ചെയ്യാണ്. സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എക്സെപ്റ്റ് ഫോർ ഇ, ആൻഡ് സ്മോൾ എഫ് ബിലോങ്സ് ടു റിമൈൻഡർ ഫംഗ്ഷൻ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. Then integral a to b small f will be equal to capital F of b minus capital F of a. നമ്മുടെ എന്താ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ അതിന് മൂന്ന് കാര്യങ്ങൾ, മൂന്ന് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് കണ്ടീഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 1, 2 and 3. ഒന്നാമത്തത് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ്സ് ഇ, ആൻഡ് എഫ് ബിലോങ്സ് ടു റിമൈൻഡർ ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിലായിട്ട് ഇയുടെ വാല്യൂ ഇ എന്ന സെറ്റിന് തൽക്കാലം എയും ബിയും മാത്രം എടുക്കുകയാണ്. നമുക്ക് നേരിട്ട് പ്രൂവ് ചെയ്യാം. ആൻഡ് വി പ്രൂവ് ദ തിയറം ഫോർ ദിസ് ഇ ആൻഡ് ജനറൽ കേസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ബ്രേക്കിംഗ് ഇൻ്റർവെൽസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കേസ് എടുത്തിട്ട് പിന്നെ ഇ എന്നുള്ളത് 1, 2, 3 പോയിൻറ്റ്സ് ആണെങ്കിൽ ആ പോയിൻറ്റ്സിൻ്റെ ഒഴികെയുള്ള ഓപ്പൺ ഇൻ്റർവെൽസ്, അത് ആ പോയിൻറ്റ്സിന് ടു ലെഫ്റ്റും റൈറ്റും ഉള്ള ഇൻ്റർവെൽസ് ആക്കി എടുത്ത് അവരുടെ യൂണിയനാണ് ക്ലോസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ് നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മളപ്പോൾ 2 പോയിൻറ്റ്സിന് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. Let epsilon greater than 0 be given. Since f belongs to R of AB, f remainder function നമുക്കറിയാം. So for this epsilon greater than 0, we have a delta epsilon greater than 0, such that for a tagged partition p dot with norm p less than delta epsilon, we have s of f over p dot minus integral a to b f will be less than epsilon. ഇത് നമ്മുടെ റീമൈൻ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണ്. I note it as equation 1. Inequality 1. If the sub intervals in p dot are ക്ലോസ് ഇന്റർവൽ xi minus 1 xi, നമ്മൾ ഈ പി ഡോട്ടിനകത്തുള്ള സബ് ഇൻ്റർവൽസിനെ xi minus 1 xi എന്ന് ഡിനോട്ട് ചെയ്താൽ, then since f is differentiable, we can apply mean value theorem to f on ക്ലോസ് ഇന്റർവൽ xi minus 1 xi. f ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഫോർ എഫ് there exists an ui in open interval xi minus 1 xi such that f of xi minus f of xi minus 1 is equal to f dash of ui into xi minus xi minus 1 for I equal to 1 to n. ഇങ്ങനെ n ഇൻ്റർവൽസ് ഉണ്ടല്ലോ. സോ ഓരോ ഇൻ്റർവലിനകത്ത് നമുക്കത് പറയാൻ പറ്റും. നമുക്ക് കൂടാതെ ഒരു കാര്യം അറിയാം, ഈ എഫ് ഡാഷ് ഓഫ് യു ഐ എന്നുള്ളത് നത്തിങ് ബട്ട് സ്മോൾ എഫ് ഓഫ് യു ഐ ആണെന്ന് അറിയാം. സോ ഇഫ് ഐ ആഡ് സച്ച് ഓൾ ദീസ് ഇക്വേഷൻസ്, ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഇക്വേഷൻസ് ആഡ് ചെയ്താൽ I equal to 1 to n ഉണ്ടല്ലോ. നമുക്ക് കിട്ടുന്നത് സിഗ്മ I equal to 1 to n f of xi minus f of xi minus 1 is equal to sigma I equal to 1 to n f of ui into xi minus xi minus 1 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി നത്തിങ് ബട്ട് f of b minus f of a എന്ന് വരാം. ബാക്കിയുള്ള ടേംസ് ക്യാൻസൽ ആയിപ്പോൾ. സോ f of b minus f of a is equal to സിഗ്മ I equal to 1 to n f of ui into xi minus 1 എന്ന് നമുക്ക് എഴുതി നിർത്താം. ഇതോടെ നോക്കട്ടെ. ഇനി ഞാൻ പി യു ഡോട്ട് എന്ന ഒരു പാർട്ടീഷൻ എടുക്കുകയാണ്, ടാഗ്ഡ് പാർട്ടീഷൻ ആണ്. അതിനകത്ത് വരെ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ ക്ലോസ് ഇൻ്റർവൽ xi minus 1 xi വിത്ത് ui, ടാഗ്ഡ് പാർട്ടീഷൻ ആണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ സാധനം, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിന് റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? ഇതൊരു റീമാൻ സം ആണ്. സോ ദിസ് ഇസ് എ റീമാൻ സം ഓഫ് എഫ് ഓവർ ദിസ് പി യു ഡോട്ട്. സോ the RHS is s of f over pu dot. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി? ഇവിടെ f of p minus f of a is nothing but s of f over pu dot എന്ന് പറയാം. നമ്മുടെ ഇക്വേഷൻ 1 നമ്മൾ എന്താ നോക്കൂ, ഇക്വേഷൻ 1 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് s of f over p dot minus integral a to b f will be less than epsilon എന്നാണ്. ഈ s of f over p dot നമ്മളിപ്പോൾ എന്ത് എഴുതി?
എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതി. സോ വി ഹാവ് ഫ്രം ഇക്വേഷൻ 1 ഇനിക്വാളിറ്റി 1 എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, or since epsilon is arbitrary we have f of p minus f of a is equal to integral a to b f. So നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫായി.